ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 9-ാം തിരുവചനം. ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും; അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും; മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. പരിശുദ്ധ തൃത്വൈക ദൈവത്തിന് സ്തുതി. യേശു അന്നത്തെ അവൻ്റെ കേൾവിക്കാരോടും ഇന്ന് നാം ഓരോരുത്തരോടുമായി വീണ്ടും വീണ്ടും പറയുന്ന അതിമനോഹരമായ ഒരു തിരുവചനം: ആസ്ക്, സീക്ക് ആൻഡ് നോക്ക്. എങ്ങനെ ചോദിക്കുവാനാണ് യേശു ആവശ്യപ്പെടുന്നത്? എങ്ങനെ അന്വേഷിക്കുവാനാണ് യേശു ആഗ്രഹിക്കുന്നത്? എങ്ങനെ വാതിലിൽ മുട്ടുവാനാണ് യേശു നമ്മോട് പറയുന്നത്? ലഭിക്കുന്നതുവരെ ചോദിക്കുവാൻ, കണ്ടെത്തുന്നതുവരെ അന്വേഷിപ്പാൻ, തുറന്ന് കിട്ടുന്നതുവരെ മുട്ടുവാൻ. കീപ് ആസ്കിങ്, കീപ് സീക്കിങ് ആൻഡ് കീപ് നോക്കിങ്. നമ്മുടെ ചോദ്യങ്ങളും നമ്മുടെ അന്വേഷണവും അവൻ്റെ വിശുദ്ധ മന്ദിരത്തിൻ്റെ വാതിലുകളിലുള്ള മുട്ടലുകളും നല്ല കാര്യങ്ങൾക്കാണ് എങ്കിൽ, ദൈവത്തിനത് നമ്മിൽ നിവർത്തിക്കണം എന്ന് ഇഷ്ടമുണ്ടെങ്കിൽ, ആ ചോദിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ നാശത്തിന് കാരണമാകില്ല എന്ന് ഉറപ്പുള്ളത് മാത്രം നമുക്ക് തരുവാൻ നമ്മുടെ സ്ഥിരമായ അപേക്ഷകളിൽ പ്രതികരിക്കുന്ന, കൃപ ചൊരിയുന്ന ദൈവമഹത്വം ഉൾക്കൊണ്ട് വിനയത്തോടെ, കണ്ണുനീരോടുകൂടി നമ്മുടെ ആവശ്യങ്ങൾ, ദൈവത്തിന് അറിയുന്ന നമ്മുടെ ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, നമ്മുടെ വേദനകൾ, ഇതെല്ലാം അവൻ്റെ തൃപ്പാദങ്ങളിൽ ഏഴകളായ നമ്മുടെ പ്രാർത്ഥനകളിലൂടെ സമർപ്പിച്ച് ദൈവഹിതവും സത്യവും അന്വേഷിച്ച്, ആ ദൈവഹിതം സത്യമായും ആത്മീയമായി നമ്മെ ഉയർച്ചയിലേക്ക്, ദൈവസന്നിധിയിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്ന മാർഗങ്ങൾ അന്വേഷിച്ച് അതിനെ പിന്തുടർന്ന് എത്രയെത്ര വാതിലുകൾ നമ്മുടെ മുൻപിൽ അടഞ്ഞതുപോലെ തോന്നിയാലും നിരാശപ്പെടാതെ, വിശ്വാസത്തോടെ, സ്ഥിരതയോടെ ദൈവത്തെ സമീപിക്കുവാനും, മക്കളുടെ അപേക്ഷ കേൾക്കുന്ന പിതാവാം ദൈവം ദൂരസ്ഥനല്ല. അവനോട് ചോദിക്കുന്നവർക്ക്, അവനെ അന്വേഷിക്കുന്നവർക്ക്, അവൻ്റെ വാതിലിൽ മുട്ടുന്നവർക്ക് അവൻ സമീപസ്ഥനാണ് എന്ന് യേശു നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു തിരുവചനം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ചിലപ്പോൾ ഉടൻ ലഭിക്കാം. ചിലപ്പോൾ അവൻ ആഗ്രഹിക്കുന്നത് അല്പം കാത്തിരിപ്പായിരിക്കാം. എന്തു തന്നെയായാലും നമുക്ക് സന്തോഷിക്കാം. കാരണം പരിശുദ്ധ തൃത്വമാം ദൈവത്തിൻ്റെ നിശ്ചയപ്രകാരം ഏറ്റവും നല്ലത് നമ്മുടെ ഈ ലോകത്തിലെ അഭിവൃദ്ധിക്കും സന്തോഷത്തിനും മാത്രമല്ല, മറിച്ച് ഈ ഭൂമിയിലെ നശ്വരമായ ജീവിതം അവസാനിക്കുമ്പോൾ തുടങ്ങുന്ന മനുഷ്യ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്കുള്ള ഓട്ടം ഓടി അനശ്വരമായ നമ്മുടെ ദൈവ സാന്നിധ്യത്തിലുള്ള നിത്യ ജീവിതത്തിന് ഒതുകുമാറുള്ള കൃപ മാത്രം മതി നമുക്ക് എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.